അഫോർഡബിൾ ആയിട്ടുള്ള വേറെ കുറച്ച് പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുന്നത്. ഇതിപ്പോൾ സ്റ്റുഡിയോ എന്ന് മേടിച്ച പീച്ച് ഫസ് എന്ന് പറയുന്ന ലിപ് സ്ക്രബ് ലിപ് ബാം ലിപ്സ്റ്റിക്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലിപ്സിൽ കുറച്ച് ചാപ്ഡ് ആയിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ ലിപ് സ്ക്രബ് യൂസ് ചെയ്ത് പഴയ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് മേടിച്ചത്. ലിപ് ബാം എനിക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇതൊരു കോംബോ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് 199 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് മേടിച്ചു. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സ്ക്രബ് പൊട്ടിച്ചതാണ്, അപ്പോൾ അതിൻ്റെ അകം ഇങ്ങനെ ആയിരുന്നത്. കുറച്ചെടുത്ത് ലിപ്പിൽ അപ്ലൈ ചെയ്ത് ഒറ്റ ഡെഡ് ആയിട്ടുള്ള സ്കിൻസ് റിമൂവ് ചെയ്യാം. ലിപ് ബാമാണ് പീച്ച് ഫസ്. അപ്പം അത് യൂസ് ചെയ്ത് നോക്കാം, എന്നാൽ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ കിട്ടിയ ഇതിൻ്റെ ഷെയ്ഡ് പീച്ച് ഷെയ്ഡാണെന്ന് തോന്നുന്നു, നോക്കട്ടെ ഒന്ന് കേട്ടോ. കളർ വരുന്നത് കൊള്ളാം, നൈസ് കളറാണ്, പക്ഷേ ഇത് ഒരുപാട് സ്റ്റേ ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. ഒരു ലിപ് ഷെയ്ഡാണ് വരുന്നത്, ന്യൂഡ് കളർ. കൊള്ളാമെന്ന് തോന്നുന്നു, ഞാൻ ഇട്ട് നോക്കിയില്ല. ഈ ഇവിടെ സ്റ്റുഡിയോയിൽ പ്രൊഡക്ട്സിനേക്കാൾ ഇഷ്ടം എൻ്റെ പാക്കേജിംഗ് ആണ്. നല്ല ഗ്ലിറ്ററി വൈബ്സ് അല്ലേ. ഈ ഒരു പാക്കേജിങ് എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഷൈനിങ് എനിക്ക് K-pop ഒക്കെ ഓർമ്മ വരുന്നത് കാണുമ്പോൾ. അപ്പോൾ ശരി, ബ്യൂട്ടി ബ്ലെൻഡറാണ്. എപ്പോഴും വിചാരിക്കും മേക്കപ്പ് ബ്ലെൻഡർ എന്തെങ്കിലും മേടിക്കണം എന്നുള്ളത്. ചൈന എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ, കൺട്രി ഓഫ് ഒറിജിൻ. ഓക്കെ, ഇതും ഈ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാനിന്ന് കുറേ ഫൗണ്ടേഷൻസ് കണ്ടായിരുന്നു, അവിടെ മേടിച്ചില്ല. വേറെ എൻ്റെ ഷെയ്ഡ്സ് മാച്ചിങ് ആയിട്ടുള്ളതൊന്നുമില്ല. പിന്നെ വേറൊരു പ്രോഡക്റ്റിൻ്റെ ഇത് മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് മേടിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ടാറ്റാ.